നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയമാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും പരീക്ഷകളിൽ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും. ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പേര് കോപ്പറേറ്റീവ് കോമൺവെൽത്തുമായി ചേർത്തുകൊണ്ട് നമ്മൾ എല്ലാ പരീക്ഷകളിലും നമ്മളൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം എന്തായിരുന്നു, ഇതെവിടെ നിന്നുമാണ് ഈ ഒരു ആശയം അദ്ദേഹം ഉൾക്കൊണ്ടത്, എന്തായിരുന്നു ഈ ആശയത്തിൻ്റെ പ്രത്യേകത എന്തെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലാസ് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഈ ഒരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ഈ ഒരു ആശയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലൊന്ന്, ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് മ്യൂട്ടഡ് ബൈ ദ കോപ്പറേറ്റർ, അല്ലേ? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് ആര് എന്ന് ചോദിച്ചാൽ DR ഗാഡ്ഗിലുണ്ട്, വില്യം കിങ് ഉണ്ട്, H ആൽബർട്ട് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം എന്ന് കണ്ടാൽ അതിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. ആ പേര് DR ഗാഡ്ഗിൽ എന്നാണ്. അദ്ദേഹമാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയത്തെ ഇത്രയും ജനകീയമാക്കിയത്. DR ഗാഡ്ഗിലാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന വാക്ക് കണ്ടാൽ ഉടൻ തന്നെ ആരുടെ മുഖം ഓർമ്മ വരണം? DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം ഓർമ്മ വരണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം DR ഗാഡ്ഗിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തിൻ്റെ പിതാവ് ആര്, അല്ലേ? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തിൻ്റെ പിതാവ് ആരാണ്? നമുക്കറിയാം, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു DR ഗാഡ്ഗിലാണെന്ന് പറഞ്ഞു, അല്ലേ? ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ആൾക്കാരെ അല്ലേ എന്തായിട്ട് പഠിച്ചിട്ടുണ്ട്, ഫാദേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്ന ആളുണ്ട്, അല്ലേ? ആരാണ്? റോബർട്ട് ഓവൻ. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേഷൻ ഉണ്ട്, ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ, അല്ലേ? ഇനി അതുപോലെ തന്നെ ഫാദർ ഓഫ് അർബൻ ക്രെഡിറ്റ്, ഫാദർ ഓഫ് റൂറൽ ക്രെഡിറ്റ്, ഫാദർ ഓഫ് അർബൻ ക്രെഡിറ്റ് ഷൾസ്, ഫാദർ ഓഫ് റൂറൽ ക്രെഡിറ്റ് റൈഫീസൺ. ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ, DR ഗാഡ്ഗിലാണ്. ആണല്ലോ. ഇനി അടുത്ത്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം ആദ്യമായി മുന്നേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അത് ഉടലെടുത്തത് ആരിലൂടെയാണ് എന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ, വില്യം കിങ്, DR ഗാഡ്ഗിൽ, അതുപോലെ VL മെഹ്ത്ത എന്നീ ആൾക്കാർ, അല്ലേ? അപ്പോൾ ഇതിൽ ആരാണ് ഇതിന് ഉത്തരവെന്ന് പറയുന്നത്? DR ഗാഡ്ഗിൽ തന്നെയാണ്. ഇനി അടുത്ത്, ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന പുസ്തകം എഴുതിയത് ആരാണ്, അല്ലേ? ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന പുസ്തകം എഴുതിയത് ആര് തന്നെയാണ്? DR ഗാഡ്ഗിൽ തന്നെയാണ്. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന പുസ്തകം എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ. ഇനി അടുത്ത്, ഡാഷ് ഇംപ്ലൈസ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് ദ കോപ്പറേറ്റീവ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. രാജ്യമെമ്പാടും ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ആ ഒരു സാഹോദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പൊളിറ്റിക്കൽ, സോഷ്യൽ എന്നീ ആശയങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉതകിയ സഹകരണ നയത്തിൻ്റെ പേരെന്താണ്, അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്, റെയറായിട്ട് അങ്ങനെ കാണാറുള്ള ചോദ്യമാണ്. ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ H കാൾവർട്ടാണ്. ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന പുസ്തകം എഴുതിയത്, അല്ലേ? പഞ്ചാബിൻ്റെ RCS ആയിരുന്ന വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ തലവനായി മാറിയ ആളാണ് ആരെന്ന് പറയുന്നത് H കാൾവർട്ട്, അല്ലേ? കമ്മിറ്റിയുടെ പേര് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി, അതിൻ്റെ കാരണക്കാരനാണെന്ന് പറയുന്നത് H കാൾവർട്ടാണ്. ഇനി അടുത്ത്, കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്, അല്ലേ? കോപ്പറേറ്റീവ് ഡെമോക്രസി, സഹകരണ ജനാധിപത്യം. സഹകരണ ജനാധിപത്യം എന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ JP വാർബേസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് കോപ്പറേറ്റീവ് ഡെമോക്രസി, അല്ലേ? കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് JP വാർബേസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ.
അപ്പോൾ അതിലാദ്യത്തെ ആളെന്ന് പറയുന്നത് നമുക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന DR ഗാഡ്ഗിലാണ്. പരിശോധിക്കാം DR ഗാഡ്ഗിലിനെ പറ്റിയിട്ട്. അല്ലെ, അതിനു മുന്നേ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തെ പറ്റിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം ഉദ്ദേശിക്കുന്നത്? അല്ലേ, അതായത് പൂർണ്ണമായും പൊളിറ്റിക്കൽ ബാരിയേഴ്സ് ഇല്ലാതെ എക്കണോമിക്കൽ ബാരിയേഴ്സ് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് സോഷ്യൽ ബാരിയേഴ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സഹകരണം എന്ന ഒരൊറ്റ ആശയത്തിൻ്റെ പുറത്ത് രാജ്യങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുക, ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുക, സഹകരണ സംഘങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുക, സഹകരണ സ്ഥാപനങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്ന ആശയമാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നിലൂടെ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കാനായി ഉദ്ദേശിച്ചത്. അതായത് ഇതൊരു എക്കണോമിക് സിസ്റ്റം പോലെ പ്രവർത്തിക്കണം. അല്ലെ, നമ്മൾ ഒരുപാട് എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, അല്ലേ, മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു എക്കണോമിക് സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഇതൊരു എക്കണോമിക് സിസ്റ്റമായി മാറണം. ലോകത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിലെ പ്രൊഡക്ഷൻ, കൺസംഷൻ എന്നീ മേഖലകളെല്ലാം സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യണം. അത്തരത്തിലുള്ള ഒരു ആശയമായിരുന്നു ഏതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ ഒരു ഉട്ടോപ്യൻ ആശയം എന്ത് ചെയ്യുന്നു വിശേഷിപ്പിക്കുന്നു. അതിന് കാരണം, ഇതൊരു ഉട്ടോപ്യൻ ആശയമാണ് എന്ന് പറയുന്നതിന് കാരണമെന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു ആശയത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല പൂർണ്ണമായി. കാര്യം, രാജ്യത്തിന് കീഴിൽ പൊതുമേഖലയിൽ നിൽക്കേണ്ട കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. സർക്കാരിൻ്റെ കയ്യിൽ തന്നെ നിൽക്കേണ്ട കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പാർലമെൻ്ററി സിസ്റ്റം, ജുഡീഷ്യറി സിസ്റ്റം, അല്ലേ, നിയമവ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളെ ഒന്നും ഒരിക്കലും സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു ഉട്ടോപ്യൻ ആശയമാണ്. പക്ഷേ ബ്രിട്ടൻ ഇതിനെ വലിയ സ്വീകാര്യതയോടുകൂടി ഇതിനെ എന്ത് ചെയ്തു, സ്വീകരിച്ചു. പക്ഷെ പിന്നീട് അത് എന്ത് ചെയ്യാൻ കഴിയില്ല, ബ്രിട്ടന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ആശയത്തെയാണ് സഹകരണ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ മനുഷ്യനും തുല്യ അവകാശം നൽകുക, ഓരോ ആളിനും അയാൾക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ആയിരുന്നു ഏതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ആശയങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് DR ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നമുക്ക് പിന്നിൽ കാണാവുന്നത്. ആ DR ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, നോക്കാം. അപ്പോൾ DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ, ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തി, ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ. അല്ലേ, നിങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും. അല്ലേ, എന്താണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നും കടമെടുത്ത ഒരാശയമാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഇത്തരം പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യക്ക് സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ വികസനവും കൈവരിച്ചു, അല്ലെ, പല മേഖലകളിലായി. അപ്പോൾ അത്തരം പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ DR ഗാഡ്ഗിൽ. ഇദ്ദേഹം ഒരു പൊതു നിരീക്ഷകനാണ്. എല്ലാ മേഖലയിലെ കാര്യങ്ങളും ഇദ്ദേഹം നിരീക്ഷിക്കും. അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം ഇദ്ദേഹം എന്ത് ചെയ്യും, പറയും. അപ്പോൾ DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഈ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ ഫോർമുല. എന്താണ് ഗാഡ്ഗിൽ ഫോർമുല എന്ന് പറയുന്നത്? അതായത് കേന്ദ്രം എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് വിഹിതം നൽകേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ വിഹിതം നൽകി വികസനം കൊണ്ടുവരുന്നതിലൂടെയാണ് രാജ്യം സ്വയം പര്യാപ്തമാവുക. ഇത്തരം ആശയങ്ങൾ ഇദ്ദേഹം പങ്കുവെച്ചതിനെ നമ്മൾ പൊതുവെ ഗാഡ്ഗിൽ ഫോർമുല എന്ന് എന്ത് ചെയ്യുന്നു, വിശേഷിപ്പിക്കുന്നു. ഇത്തരം ഗാഡ്ഗിൽ ഫോർമുലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 4-ാം പഞ്ചവത്സരത്തിലും 5-ാം പഞ്ചവത്സരത്തിലുമാണ് ഗാഡ്ഗിൽ ഫോർമുലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DR ഗാഡ്ഗിലിൻ്റെ പേരിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ 3-ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ പദ്ധതി എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. 3-ാം പഞ്ചവത്സര പദ്ധതിയെ ഗാഡ്ഗിൽ പദ്ധതി എന്ന പേരിൽ തന്നെ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അല്ലേ,
അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയിലും 5ാം പഞ്ചവത്സര പദ്ധതിയിലും ഗാഡ്ഗിൽ ഫോർമുല ഇംപ്ലിമെൻ്റ് ചെയ്തു. 3ാം പഞ്ചവത്സര പദ്ധതിയിൽ ഗാഡ്ഗിൽ യോജന എന്ന പേരിൽ തന്നെ അതെന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു അല്ലേ. ഇനി അടുത്ത 2008 ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഇദ്ദേഹത്തിൻ്റെ ചിത്രം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഏത് വർഷമാണ് DR ഗാഡ്ഗിലിൻ്റെ ചിത്രം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? 2008 ആദരസൂചകമായാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ NCUI, അതായത് ഇന്ത്യയിലെ രാജ്യത്തെ സഹകരണ ട്രെയിനിങ്, സഹകരണ പരിശീലനം, സഹകരണ വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് പറയാൻ കെൽപ്പുള്ള ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് NCUI എന്ന് പറയുന്നത്. ആ ഒരു ഉയർന്ന സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് DR ഗാഡ്ഗിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ റീസെൻറ്റ് ടൈംസ് എന്ന് പറയുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്, ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ റീസെൻറ്റ് ടൈംസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 3ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ യോജന എന്ന പേരിലാണ്. 3ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ യോജന എന്ന പേരിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇനി അടുത്ത് പറയുന്നു, നമ്മുടെ DR ഗാഡ്ഗിലിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ICM സ്ഥിതി ചെയ്യുന്നത് എവിടെ അല്ലേ? DR ഗാഡ്ഗിലിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ICM സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. 1972 ഈ ഒരു സ്ഥാപനം എന്ത് ചെയ്തത്, നിലവിൽ വന്നത്. നാഗ്പൂർ 1972. ഇനി അതുപോലെ തന്നെ സഹകരണ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയ മറ്റൊരു വ്യക്തിത്വമാണ് VL മേത്ത. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്ഥാപനം, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നമുക്കറിയാം. വാമിനികോം എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളൊരു ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ VL മേത്ത അല്ലേ. അപ്പോൾ അദ്ദേഹം എന്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു? കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി അടുത്ത കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളുകളെ പറ്റിയിട്ട് പഠിക്കാം അല്ലേ. എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂള് എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളുകൾ, അതായത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തെ നമ്മൾ ആളുകളിലേക്ക് വ്യാപിപ്പിച്ചു അല്ലേ. സഹകരണം എന്ന് പറയുന്ന ആശയത്തെ പല രീതിയിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാലങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. അതിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം വളരെ പ്രമുഖമായിട്ടുള്ളൊരു ആശയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിലെയോ അല്ലെങ്കിൽ ഒരു ലോകത്തിലെയോ എല്ലാ കൺസംഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ മേഖലകളിലും സഹകരണ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ഞാൻ പറഞ്ഞു ആദ്യമേ ക്ലാസ് തുടങ്ങിയ സമയത്തെ, ഇത്തരത്തിലുള്ളൊരു ആശയം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ ആശയമാണ്. ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ളൊരു രാജ്യമാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഡ്ഢികളുടെ രാജ്യം എന്നുമൊക്കെ പറയാറുണ്ട്. ഈ ഉട്ടോപ്യനായിട്ടുള്ളൊരു ഐഡിയയാണ് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയാൻ കാരണം, ഇവർ പറയുന്ന ആശയങ്ങളൊന്നും പൂർണ്ണമായും നടപ്പിലാകുന്നവ അല്ലായിരുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ പറ്റിയിട്ട് പരിശോധിക്കാം. ചാൾസ് ഗെയ്ഡ്, ചാൾസ് ഫറിയർ, ലൂയിസ് ബ്ലാങ്ക്, ഏണസ്റ്റ് പിസൺ, റോബർട്ട് ഓവൻ എന്നീ ആളുകളാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പറഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഒരാശയമായിരുന്നു കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. നമുക്കറിയാം, ഇതൊക്കെ മഹത് വ്യക്തികളാണ്. ചാൾസ് ഫറിയർ ആയിരുന്നാലും, ചാൾസ് ഗൈഡ് ആയിരുന്നാലും, ലൂയിസ് ബ്ലാങ്ക് ആയിരുന്നാലും, ഏണസ്റ്റ് പിസൺ ആയിരുന്നാലും, ഇവരൊക്കെ മഹത് വ്യക്തികളാണ്. സഹകരണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഫ്രഞ്ച് സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. അതിൽ റോബർട്ട് ഓവൻ എന്ന് പറയുന്ന സഹകരണത്തിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള മറ്റാളുകളൊക്കെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ബാരിയറുകളെ തുടച്ചു നീക്കിക്കൊണ്ട് എല്ലാവരും പരസ്പര സാഹോദര്യത്തോടുകൂടി സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ചു പോവുക എന്നുള്ളതായിരുന്നു സഹകരണ കോമൺവെൽത്ത് എന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമെന്ന് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇംപ്ലൈസ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ്നെസ് എമംഗ് കോപ്പറേറ്റീവ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. രാജ്യത്തെ പല കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്കിടയിൽ
സാഹോദര്യം വർദ്ധിപ്പിക്കുക, സഹകരണത്തിലൂടെ സാഹോദര്യം വർദ്ധിപ്പിക്കുക എന്ന ആശയത്തിലാണ് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്താണ് ഈ ഒരു രൂപം മുന്നോട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നു, എക്കണോമി പൂർണ്ണമായും സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് എന്നിവയെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോവുക. അതായത് ആളുകൾ തമ്മിലുള്ള പരസ്പര സഹായത്തിലൂടെ മാത്രമായിരിക്കും ഈ എക്കണോമിക് സിസ്റ്റം ചെയ്യുക, മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റു കാര്യങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എക്കണോമിക് സിസ്റ്റം റൺ ചെയ്യുക എന്നതായിരുന്നു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നതിൻ്റെ ആശയം. ഇനി അടുത്ത് പറയുന്നു, ആ ഒരു എക്കണോമിക് സിസ്റ്റം, അതായത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അതിനകത്തെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ ആര് തന്നെയായിരിക്കും? കോപ്പറേറ്റീവ്സ് തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ ഇത്തരം ആശയത്തെ നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് വിശേഷിപ്പിച്ചു. ഇതൊരു ഉട്ടോപ്യൻ ആശയമാണ്. പക്ഷേ ബ്രിട്ടൻ ഇതിനെ വളരെ വലിയ സ്വീകാര്യതയോടുകൂടി ഇതിനെ ഉൾക്കൊണ്ടു. പക്ഷെ പിന്നീട് ബ്രിട്ടന് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതേ തുടർന്ന് ഇവർ അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും മറ്റ് ആശയങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിനെ ഉട്ടോപ്യനാണ്, അല്ലെങ്കിൽ ഇത് വളരെ പ്രാധാന്യം ഒട്ടും തന്നെ അർഹിക്കാത്ത ഒരു മേഖലയാണ് എന്ന് പറയുന്നതിനുള്ള കാരണം ഇതാണ്. ഒന്ന്, വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊന്നും ഒരിക്കലും സഹകരണ അടിസ്ഥാനത്തിൽ നമുക്ക് രൂപീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ധനസമാഹരണം ഉണ്ടാകണം, അതായത് ക്യാപിറ്റൽ ഉണ്ടാകണം. ക്യാപിറ്റൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇനി അടുത്ത് പറയുന്നു, പ്രൈവറ്റ് സെക്ടറിലുള്ള വലിയ ഇൻഡസ്ട്രികളെ ഒന്നും നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. പബ്ലിക് സെക്ടറിനെ പൂർണ്ണമായും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, അല്ലേ? ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ആർമി, പോലീസ്, ഡിഫൻസ് എന്നീ സിസ്റ്റത്തെ ഒന്നും നമുക്ക് സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പബ്ലിക് സെക്ടറിനെ പൂർണ്ണമായും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, അല്ലേ? പബ്ലിക് സെക്ടറിൻ്റെ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട മേഖലകളാണ് ഇതെല്ലാം. ഇനി അടുത്ത് പറയുന്നു, ലീഡേഴ്സിൻ്റെ ടാസ്ക് വളരെ പ്രാധാന്യമാണ്. അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ, അയാൾ വരുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്തുതയെ അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടയ്ക്കാനുള്ള ശ്രമമുണ്ടാകാം. ഈ ശ്രമത്തിൽ ഈ ഒരു സിസ്റ്റത്തെ മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും, ചൂഷണം ചെയ്യാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ലീഡേഴ്സ്, അതായത് നേതാക്കന്മാർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് കറക്റ്റായി ഫോളോവേഴ്സിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യപ്പെടും? ചൂഷണം ചെയ്യപ്പെടും. മനസ്സിലാകില്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ ആക്കിയത്? ഇംപ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഉട്ടോപ്യൻ ആക്കിയത്. അപ്പോൾ സഹകരണ കോമൺവെൽത്ത് എന്തുകൊണ്ട് ഉട്ടോപ്യനായി എന്ന് ചോദിച്ചാൽ, വലിയ സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ല, അതായത് ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ രീതിയിലുള്ള ധനസമാഹരണം നടക്കില്ല. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല, പബ്ലിക് സെക്ടറിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ലീഡേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളുകളായി മാറാറുണ്ട്. ഇത്തരം ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പങ്കുവെച്ചത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.